വയനാട്ടിലെ ദുരന്തബാധിതർക്കായി കേരളം ഒരു സ്നേഹപ്പുഴയൊഴുക്കുകയാണ്. സഹായവും സ്നേഹവും ഇനി പ്രതിഫലിക്കേണ്ടത് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിലാണ്. ഉടൻ വേണ്ട ഹ്രസ്വകാല താൽക്കാലിക പുനരധിവാസവും 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട സ്ഥിരം പുനരധിവാസവും. രക്ഷാദൗത്യത്തിൽ പുത്തൻ മാതൃക സൃഷ്ടിച്ച കേരളം പുനരധിവാസത്തിലും പുതുമാതൃക സൃഷ്ടിക്കുമോ എന്നാണ് ചോദ്യം. അതിഥികളിലേക്ക് പോകും മുമ്പ് നമ്മളുടെ പ്രതിനിധി VS രഞ്ജിത്ത് ചേരുന്നു വയനാട്ടിൽ നിന്നും മേപ്പാടിയിൽ നിന്നും. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കയിൽ ഓപ്പറേഷൻ സൺറൈസ് വാലിയുടെ ഭാഗമായി നടത്തിയ തെരച്ചിലിൽ മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. സ്ത്രീയുടെ മുടി ഉൾപ്പെടെ ശരീരാവശിഷ്ടങ്ങൾ 3 സ്ഥലങ്ങളിൽ നിന്നാണ് ലഭിച്ചത്. സൂചിപ്പാറ മുതൽ സൺറൈസിന്റെ വാലിയിൽ 12 അംഗ സംഘം ആർമിയുടെ കെഡാവർ നായയുടെ സഹായത്തോടെയാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ദുരന്തബാധിത മേഖലയെ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി ശനിയാഴ്ച വയനാട്ടിലെത്തുകയും ചെയ്യും. സുരക്ഷ വിലയിരുത്താൻ SPG നാളെ കേരളത്തിലെത്തും. കൂടുതൽ വിവരങ്ങളുമായി VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, പ്രധാനമന്ത്രി ശനിയാഴ്ച എത്തും. നമ്മളുടെ ആവശ്യം L3 കാറ്റഗറിയിലുള്ള ഒരു ദുരന്തമായി ഇത് പ്രഖ്യാപിക്കുക എന്നതാണ്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രി എത്തുന്നതോടെ വ്യക്തതയുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്നത്തെ തെരച്ചിലിന്റെ സമഗ്ര ചിത്രം എങ്ങനെയാണ്? ഡോക്ടർ അരുൺ, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമായി എടുത്തു പറയാനുള്ളത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം തന്നെയാണ്. ശനിയാഴ്ച പ്രധാനമന്ത്രി ഈ ചൂരൽമലയിലെ ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കുമ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ഇതൊരു സിവിയർ കാറ്റഗറിയിലുള്ള ദുരന്തമായി പരിഗണിച്ച് കേന്ദ്ര പാക്കേജ് ഉൾപ്പെടെയുള്ള സഹായം ലഭ്യമാക്കാനുള്ള നീക്കത്തിൽ ഏറ്റവും സഹായകരമായിരിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നാണ് കണക്കാക്കുന്നത്. കാരണം 2009 ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള ഒരു L3 കാറ്റഗറിയിലുള്ള ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഒരു കലാമിറ്റിയായി ഇതിനെ കണക്കാക്കണമെങ്കിൽ ഈ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അംഗീകാരം ആവശ്യമുണ്ട്. അതിന് മന്ത്രിതല സന്ദർശനത്തിൻ്റെ റിപ്പോർട്ട് ആവശ്യമുണ്ട്. ധനകാര്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ അംഗീകാരം ആവശ്യമുണ്ട്. അത്തരമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അദ്ദേഹം നേരിട്ടെത്തുന്നതോടുകൂടി അദ്ദേഹത്തിന് ഇക്കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടാൽ ഒരു പാക്കേജ് ഉൾപ്പെടെ NCCFന്റെ ഫണ്ട്, CRFന്റെ ഫണ്ട്, NDRFന്റെ ഫണ്ട് ഉൾപ്പെടെയുള്ള കേന്ദ്ര സഹായങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഗുണകരമാകും എന്നൊരു പ്രതീക്ഷയാണ് കേരളം ഈ ഘട്ടത്തിൽ വെച്ചു പുലർത്തുന്നത്. അതോടൊപ്പം തന്നെ ചൂരൽമലയിലും മുണ്ടക്കയിലും സൺറൈസ് വാലിയിലും നിലമ്പൂരിലുമൊക്കെ ഇന്ന് തിരച്ചിൽ തുടർന്നു. ഈ സൺറൈസ് വാലിയിലെ 12 അംഗ സംഘത്തിന്റെ തിരച്ചിലിനൊപ്പം കടാവർ നായും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് 3 ഇടങ്ങളിൽ നിന്നായി ശരീരാവശിഷ്ടങ്ങൾ, അതിൽ മുടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. മുണ്ടക്കൈ ഭാഗത്ത് 14 ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് മാരത്തോണായി ഒരു തിരച്ചിൽ നടത്തി. പക്ഷേ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. നിലമ്പൂർ ഭാഗത്ത് നിന്ന് ഇന്നൊരു ശരീരാവശിഷ്ടം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട സംഭവ വികാസം, ഈ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുള്ള, ദുരന്തത്തിൽ ഇരയായിട്ടുള്ളവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും ഡോക്യുമെന്റുകളും ഇന്ന് തിരിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇന്നൊരു നേരിട്ട് ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് കുട്ടിക്ക് ക്യാമ്പിലെത്തി കൊടുക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം ഇന്ന് ജില്ലാ ഭരണകൂടവും ഈ മന്ത്രിതല ഉപസമിതിയും പുനരധിവാസത്തെക്കുറിച്ചും വാടകയ്ക്ക് വീടെടുത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കുറിച്ചും ആലോചനകൾ തുടങ്ങിയിരിക്കുന്നു. പരമാവധി വാടക ഒഴിവാക്കിക്കൊണ്ട് സ്വയമനസ്സുകളുടെ കാരുണ്യത്താലും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ക്വാർട്ടേഴ്സുകളിലും ഈ വാടക സൗകര്യത്തിൽ ആളുകളെ താൽക്കാലികമായി മാറ്റിപ്പറപ്പിക്കാനും പിന്നീട് വിശദമായ ഒരു പാക്കേജിലേക്ക് മാറ്റാനുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട തീരുമാനമുണ്ടായിരിക്കുന്നത്. താങ്ക് യു VS രഞ്ജിത്ത്. വിവരങ്ങളുമായി VS രഞ്ജിത്ത് ചേർന്നത് മേപ്പാടിയിൽ നിന്നാണ്. നമുക്കിപ്പം മന്ത്രി PA മുഹമ്മദ് റിയാസ്, ഒപ്പം കോസ്റ്റ് ഫോർഡ് ജോയിന്റ് ഡയറക്ടർ PB സാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേപ്പാടിയിൽ നിന്നും സംഷാദ് ബരക്കാർ, പഞ്ചായത്ത് മെമ്പർ മേപ്പാടിയിൽ നിന്നും B നാസർ എന്നിവർ തത്സമയമുണ്ട്. ആദ്യം ഞാൻ മിനിസ്റ്ററിലേക്കൊന്ന് പോകുന്നു. മിനിസ്റ്റർ PA മുഹമ്മദ് റിയാസ്, ഒരുപാട് സഹായങ്ങൾ എത്തുന്നു. ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് നമുക്കറിയാം. അവസാനത്തെ ആളെയും കണ്ടെത്തുന്നത് രക്ഷാപ്രവർത്തനം നടത്താനാണ് സർക്കാരിൻ്റെ തീരുമാനം. പക്ഷേ അത് ഒരു പരിധി കഴിഞ്ഞാൽ അത് അപ്രായോഗികമാണ്. ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പുനരധിവാസത്തെക്കുറിച്ച് വളരെ ഗൗരവമായി സർക്കാർ ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ പുനരധിവാസം എന്നങ്ങ് വിശദീകരിക്കുന്നതിന് മുൻപ്, അല്പസമയം മുമ്പ് ഞാൻ അവിടുത്തെ അന്തേവാസികളുമായി സംസാരിച്ചപ്പോൾ അവരിൽ എല്ലാവരും ആവശ്യപ്പെടുന്നത് അവർക്ക് കഴിയുമെങ്കിൽ മേപ്പാടി പരിസരത്തു തന്നെ ഒരു താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കണം. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആ സ്കൂളിൽ, മേപ്പാടി സ്കൂളിലെങ്കിലും പഠിക്കാനൊരു സാഹചര്യം ഉണ്ടാവണം. അവർക്ക് അവരുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥലം അത് മേപ്പാടി പഞ്ചായത്തിലാണ് പല സ്ഥലങ്ങളിലും എന്നുള്ളതുകൊണ്ട് ആ പരിസരത്ത് അവർക്കൊരു വാസമൊരുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് മന്ത്രിയോട് അറിയിക്കണം എന്നവർ പറഞ്ഞതിൻ്റെയും അടിസ്ഥാനത്തിലാണ് മനുഷ്യരോട് ഞാൻ ഇത് ചോദിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുമോ നമ്മുടെ പുനരധിവാസത്തിൻ്റെ പാക്കേജ്? നമുക്ക് അങ്ങനെ തുടങ്ങാം.
ഡോക്ടർ അരുൺ, ടെമ്പററി റീഹാബിലിറ്റേഷൻ അതിലേക്കാണല്ലോ നമ്മൾ ആദ്യം കിടക്കേണ്ടത്. താൽക്കാലികമായ പുനരധിവാസം അത് അനിവാര്യമാണ്. കാരണം സ്കൂളിൽ അധിക ദിവസം ഇനിയും നിർത്തിപ്പോകാനാകാത്ത വിഷയങ്ങളുണ്ട്. അപ്പം അതിന് ആദ്യ പരിഗണന കൊടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്ത്, വൈത്തിരി പഞ്ചായത്തും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എത്രത്തോളം ലഭിക്കും എന്നുള്ളതാണ്. ആ നിലയിൽ തന്നെ പരിശോധന നടത്തുന്നു. അതിനാദ്യം മുൻകൈ എടുക്കുന്നത് സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം സർക്കാർ അതിന് തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻസ്പിരേഷനാണ്. സ്വാഭാവികമായും സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവരും വ്യക്തികളുമൊക്കെ അതിന് തയ്യാറാകും. ഞങ്ങളുടെ ക്വാർട്ടേഴ്സുകൾ, ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ ക്വാർട്ടേഴ്സുകൾ അതിന് സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്നലെ പ്രഖ്യാപിച്ചു. യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിന്റെ റിപ്പയർ വർക്കും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഞങ്ങൾ തന്നെ അത് നേരിട്ട് പോയി പരിശോധിക്കുന്നുണ്ട്. ഒരു സമയബന്ധിതമായ ക്വാർട്ടേഴ്സുകൾ സജ്ജമാക്കും. അത് ഒരു വകുപ്പിൻ്റെതല്ല, സാധ്യമാകുന്ന എല്ലാ വകുപ്പുകളുടേതും ആ നിലയിൽ തന്നെ ചെയ്യും. രണ്ടാമത്തെ വാടക വീടുകളാണ്. ഇത് നമ്മൾ ക്യാമ്പിൽ കഴിയുന്ന, ആശുപത്രിയിൽ കഴിയുന്ന ദുരന്തബാധിതരായിട്ടുള്ള ആളുകളോട് സംസാരിക്കേണ്ടതുണ്ട്, അവരുടെ അഭിപ്രായം എടുക്കേണ്ടതുണ്ട്. ആ അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ട് ആ സാധ്യതകൾ പരിശോധിക്കും. മൂന്നാമത്തത് സമീപ പ്രദേശത്ത് സ്ഥലങ്ങൾ ലഭിച്ചാൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയാണ് പ്രീഫാബ് നിർമ്മാണം. അത് നല്ല നിലയിൽ നടത്താൻ വേണ്ടി പറ്റും, വേഗത്തിൽ നടത്താൻ വേണ്ടി പറ്റും. പല യൂറോപ്യൻ കൺട്രീസിലും ഇതുപോലുള്ള ക്ലൈമറ്റുകളുള്ള പ്രദേശങ്ങളിൽ പലതും പ്രീഫാബ് കൺസ്ട്രക്ഷനാണ്. പ്രീഫാബ് നമുക്ക് 2 മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കുന്നുണ്ട്. സ്വകാര്യ കൺസ്ട്രക്ഷൻസ്, ഫ്ളാറ്റുകൾ, മറ്റ് സംവിധാനങ്ങൾ, അതും ഇതുപോലെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നോക്കുന്നുണ്ട്. ചിലത് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. അങ്ങനെ താൽക്കാലിക പുനരധിവാസം എത്രയും പെട്ടെന്ന് അവിടുത്തെ ക്യാമ്പിലുള്ളവരുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് നടത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് നമ്മൾ ഓരോന്നിനും ഇപ്പം ചേർന്ന മീറ്റിംഗിൽ ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ടൈം ലൈൻ പ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. മിനിസ്റ്റർ, ഇതിന്റെ പെർമനന്റ് റീഹാബിലിറ്റേഷനെ കുറിച്ച് നേരത്തെ സംസാരിച്ചാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് മിനിസ്റ്റർ ഈ പറഞ്ഞ ഭാഗത്തൊന്ന് കൂട്ടിച്ചേർക്കാൻ, ഇതിന്റെ ഭാഗമായി റിപ്പോർട്ടർ ടിവിയും ഒരു ക്യാമ്പയിൻ ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ ആരംഭിച്ചിരുന്നു. 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ്. വയനാടിന് സ്നേഹവീട് ഒരുക്കാം എന്ന പേരിലാണ് ആ ക്യാമ്പയിൻ ഞങ്ങൾ ചെയ്തത്. ഇതിനകം രാവിലെ മുതൽ നമ്മുടെ കോഫി വിത്ത് തിരുവനന്തപുരം മോർണിംഗ് ഷോ തുടങ്ങി ഇതുവരെ 28 പേർ അവരുടെ പൂർണ്ണമായ മേൽവിലാസം അടക്കം സർക്കാരിന് സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. നാളെ വൈകുന്നേരത്തോടു കൂടി ഒരുപക്ഷേ അത് 50 പേരുടെയെങ്കിലും ലിസ്റ്റ് ഞങ്ങൾക്ക് തരാൻ കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ആ 50 പേരുടെ ലിസ്റ്റ് ഞങ്ങൾ മന്ത്രിക്ക് സമർപ്പിക്കാം, ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും ചെയ്യാം. അവർ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളവരുടെ വീടുകളാണ്. പലതും 3 മുറികളും 4 മുറികളും ഒക്കെ വീടാണ്. ഇവർക്കൊന്നും വാടക വേണ്ടതേയില്ല എന്ന് പറഞ്ഞാണ് നമ്മളെ സമീപിച്ചിരിക്കുന്നത്. മിനിസ്റ്റർ, നമ്മൾ ഈ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ എല്ലാവർക്കും വാടകയ്ക്ക് എന്നതാണോ, അതല്ല വാടക വേണ്ടാത്തവർക്ക് അങ്ങനെ എന്ന രീതിയിലായിരിക്കുമോ സർക്കാർ സമീപിക്കുക? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഞാൻ റിപ്പോർട്ടർ TV അതിന്റെ ജീവനക്കാർ CMDRFിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ തീരുമാനിച്ച വിവരം നേരത്തെ കേൾക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ ടെമ്പററി റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള വീടുകൾ ഒരുക്കുന്നതിന്റെ ഒരു പരിപാടി സംഘടിപ്പിക്കാനും തയ്യാറായി. ഈ 2 കാര്യങ്ങൾക്കും റിപ്പോർട്ടർ TVയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഇതിന്റെ ഭാഗമായി വരുന്ന ലിസ്റ്റ് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായി മാറും. അപ്പോൾ അത് നാളെ തന്നെ ആ നിലയിൽ നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രതിനിധികളുമായി ഇരുന്നു കൊണ്ട് അതിലൊരു ചർച്ചയും, അതായത് ഞാൻ ക്യാമറ വെച്ചുള്ള ചർച്ചയല്ല ഞാൻ പറഞ്ഞു, മുറിയിൽ അടച്ചുകൊണ്ട് അതിന്റെ ഒരു ചർച്ചയും നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. ആ ലിസ്റ്റ് ഞങ്ങൾ പരിശോധിച്ചിട്ടാണ്. കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് പരിശോധിക്കുന്നുണ്ട്. ചിലത് പരിശോധിക്കാൻ കഴിയില്ല. അപ്പം മാർക്ക് ചെയ്ത് തന്നെ ഞങ്ങൾ തരാം, പരിശോധിച്ച് ഉറപ്പാക്കിയത് തരാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പരിശോധനകൾ അവിടെ നടത്തേണ്ടതുണ്ടെങ്കിലും കൂടുതൽ എളുപ്പമാവും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ നിലയിലും പരിശോധിച്ച് തരേണ്ടതുണ്ട്. ഞങ്ങൾ സർക്കാർ സംവിധാനം വഴിയുള്ള അന്വേഷണവും പരിശോധനയും എത്രയും വേഗത്തിൽ നടത്തിക്കൊണ്ട് അത് നിശ്ചയിക്കും. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആലോചിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. മിനിസ്റ്റർ, ഇനി എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ രക്ഷാദൗത്യം ഏത് ഘട്ടം എങ്ങനെ വരെ പോകും എന്നുള്ളൊരു സംശയം ഇപ്പോൾ എല്ലാവർക്കും ബാക്കിയുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും എണ്ണം കുറഞ്ഞു വരുന്നു. നമ്മൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. അതിനൊരു സ്വാഭാവികമായ അന്ത്യം ഉണ്ടാവും ഏതൊരു തെരച്ചിലിനും. 1 മാസം വരെ നീണ്ടു നിന്നു കവളപ്പാറയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ കുറച്ച് നാൾ കൂടി നമ്മൾ ഈ തെരച്ചിൽ തുടരുമല്ലേ? ഇനി 132 പേരെയാണ് കാണാനുള്ളത്. അതിൽ കുറച്ചുപേരെ കൂടിയെങ്കിലും കണ്ടുകിട്ടും എന്നൊരു ആത്മവിശ്വാസം ഈ ഘട്ടത്തിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മളിപ്പോൾ ടോട്ടൽ ഫോഴ്സസ്, വിവിധ ഫോഴ്സസ് 1053 ആണ്, 1053.
അതിൽ NDRF 126 ഉണ്ട്. അത് ഓരോന്നിൻ്റെ ഞാൻ വായിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് അതുപോലെ DSC ഉണ്ട്. ഫയർഫോഴ്സ് ആണ് ഏറ്റവും കൂടുതൽ. ഫയർഫോഴ്സ് പ്ലസ് നമ്മുടെ സിവിൽ ഡിഫൻസ് 507 ഏകദേശം നമ്മുടെ ഫോഴ്സസിന്റെ 50% ഇവരാണ്. അതുപോലെ തന്നെ മറ്റ് പ്രധാന പങ്ക് വഹിക്കുന്നവരുണ്ട്. ഞാൻ ഓരോന്നിന്റെയും എണ്ണം പറയുന്നില്ല. ഇതിൽ സാധ്യമാകുന്നവരെയൊക്കെ അവരുടെ എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മിസ്സിംഗ് കേസസിന്റെ നമ്പർ ഏറെക്കുറെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിന്റെ പരമാവധി ശ്രമം നമുക്ക് എങ്ങനെയൊക്കെ പറ്റും ആ ശ്രമം നടത്തും. ഇവിടുത്തെ ജനങ്ങളെ കൂടി ഇതിന്റെ ഭാഗമാക്കിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഓരോ രക്ഷാപ്രവർത്തനവും അല്ലെങ്കിൽ തെരച്ചിലും അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനാകും. എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്തേണ്ടതുണ്ട്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ശനിയാഴ്ച പ്രധാനമന്ത്രി ഈ മേഖല സന്ദർശിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യം ഇത് L3 കാറ്റഗറിയിലുള്ളൊരു ദുരന്തമായി പ്രഖ്യാപിക്കണം കേന്ദ്രം എന്നുള്ളതാണ്. ഇതുവരെയും അത് പ്രഖ്യാപിച്ചിട്ടില്ല. അത് പ്രതിപക്ഷം അടക്കമെന്നത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണത് പ്രഖ്യാപിക്കാൻ വൈകുന്നത്? കാര്യം NDRFന്റെ ഫണ്ട് കൂടി നമുക്കിവിടെ ആവശ്യമുണ്ട്. നമ്മൾ പുനരധിവാസത്തിലേക്ക് കടന്നിരിക്കുന്നു. രക്ഷാദൗത്യം പൂർണ്ണമായും നമ്മൾ ഏറെക്കുറെ വിജയകരമായി പൂർത്തിയാക്കുകയും അതിനൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യക്ക് തന്നെ മാതൃകയുമാണല്ലോ. അപ്പോൾ പ്രധാനമന്ത്രിയോട് ഈ കാര്യം ആവശ്യപ്പെടുക കൂടി ചെയ്യുമല്ലോ അല്ലേ? ഈ L3 കാറ്റഗറിയിലേക്ക് നമ്മുടെ ഈ ദുരന്തത്തെ ഉൾപ്പെടുത്തി NDRFൻ്റേതടക്കമുള്ള ഫണ്ടുകൾ കൂടുതൽ ലഭ്യമാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീക്കം ഉണ്ടാകുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ നേരത്തെ തന്നെ ദേശീയ ദുരന്തമായി L3 കാറ്റഗറിയിൽ പെടുത്തി മുന്നോട്ട് പോകണമെന്നുള്ള തീരുമാനം കൈക്കൊണ്ട് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇപ്പോൾ വരുന്നത് ഏറെ സ്വാഗതാർഹമാണ്. പ്രധാനമന്ത്രി ഇവിടെ വന്ന് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നേരത്തെ കേന്ദ്രമന്ത്രി വന്നിരുന്നു. അദ്ദേഹം അവിടെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കേന്ദ്ര സംഘങ്ങൾ പലതും വന്നിട്ടുണ്ട്. അവരും റിപ്പോർട്ട് നൽകിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ദേശീയ ദുരന്തമായി ഇതിനകം തന്നെ പ്രഖ്യാപിക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായം ശക്തമാണ്. പ്രധാനമന്ത്രി വന്നതിന് ശേഷം അത് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് പറ്റുന്ന എല്ലാ സഹായങ്ങളും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഈ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ഇതിലും കുറവ് കാഷ്വാലിറ്റി ഉള്ളപ്പോൾ നൽകിയ ഫണ്ടെങ്കിലും കേരളത്തിന് ഇതിൽ ലഭിക്കണം എന്ന പ്രതീക്ഷയും അഭിപ്രായവും പൊതുവേ ഉണ്ട്. മിനിസ്റ്റർ, അല്പസമയം കൂടി നമുക്കൊപ്പം തുടരണം. ഒരു ആവശ്യം കൂടിയുണ്ട്. ഞങ്ങൾ ഇന്നലെ ചർച്ച നടത്തിയപ്പോൾ ധാരാളം കമൻറ്റുകൾ ഞങ്ങളുടെ മെസ്സേജുകളായിട്ടും ഫോൺ വിളിച്ചും അവർ ആവശ്യപ്പെട്ടതും നമ്മൾ തന്നെ ആവശ്യപ്പെട്ടതുമായ ഒരു കാര്യം, ഈ മനുഷ്യർക്ക് അതിനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നാണ് ഇന്ന് SDRFുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്. ഇവർക്കൊരു പോക്കറ്റ് മണി, ഞാൻ അല്പസമയം മുമ്പ് ദിലീപ് എന്നൊരു നമ്മുടെ അന്തേവാസിയോട്, ദുരിതബാധിതനായ ഒരു അന്തേവാസിയോട് സംസാരിക്കുകയായിരുന്നു ക്യാമ്പിൽ നിന്നും. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. മിക്കവാറുമുള്ള എല്ലാ ആളുകളുടെയും അവസ്ഥ എങ്ങനെയാണ്? എല്ലാം നമുക്ക് ക്യാമ്പിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കൊരു പോക്കറ്റ് മണി അടിയന്തരമായി കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇന്നിപ്പോൾ 9ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നു. അപ്പോൾ അവരുടെ കയ്യിൽ മറ്റ് ചിലവുകളൊന്നും ഇല്ല എന്ന് കരുതിയാൽ പോലും അതവർക്ക് കൊടുക്കുന്നൊരു ആത്മവിശ്വാസം വലുതായിരിക്കും. ആ പോക്കറ്റ് മണി കൊടുക്കേണ്ട ഒരു പ്രൊവിഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിനിസ്റ്റർ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ അല്ലേ? ഒരു 2000 രൂപയെങ്കിലും, 5000 രൂപയാണെങ്കിൽ നല്ലത്. ബാക്കിയുള്ളതൊക്കെ പിന്നീട് കോമ്പൻസേഷൻ വരട്ടെ. പക്ഷേ ഇത് ഈ ഘട്ടത്തിൽ അത്തരമൊരു കൂടിയാലോചന നടത്തുമോ മിനിസ്റ്റർ? കാരണം അത് അവരിങ്ങോട്ട് നേരിട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും അങ്ങനെ പറയുന്നത് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. പക്ഷേ പലപ്പോഴും കുട്ടികളടക്കമുണ്ട്. ഇടയ്ക്കൊന്ന് പുറത്തു പോയി ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും കയ്യിൽ പൈസയില്ല. അവർ ഒന്നുമില്ലാതെ ഇറങ്ങി ഓടിയവരാണല്ലോ. ATM ഇല്ല, ബാങ്ക് പാസ്ബുക്കും ഇല്ല. അപ്പോൾ ഈ ഒരു ചെറിയ എമൗണ്ട് ഒരു പോക്കറ്റ് മണിയായി ഓരോ കുടുംബത്തിനും കൊടുക്കാനൊരു താൽക്കാലികമായൊരു നീക്കം ഉണ്ടാകുമോ നമ്മൾ ഈ സെറ്റിൽമെൻറ്റിന് തൊട്ട് മുമ്പ്? അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കാം. ക്യാമ്പിൽ മറ്റെല്ലാ സംവിധാനങ്ങളും ചിട്ടയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് ക്യാമ്പിലെ ഉദ്യോഗസ്ഥരുടെ യോഗം ഞങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു. അതിൽ ഓരോ കാര്യങ്ങളും പ്രത്യേകം പറഞ്ഞ് അവരും കുറേ ദിവസമായി ക്യാമ്പിൽ കഠിനാധ്വാനം ചെയ്യുകയാണ്. അതിൻ്റെതായ ചില പ്രയാസം അവർക്കും ഉണ്ടാകും. അവരോട് പ്രത്യേകം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പിലെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ ഓരോ ചലനവും സർക്കാരിന്റെ ചലനമാണ്. അതുകൊണ്ട് എല്ലാ നിലയിലും ആതിഥേയ മര്യാദയോടുകൂടി ഇടപെടണം, പെരുമാറണം എന്നുള്ളതൊക്കെ തന്നെ ഒന്നും കൂടി ഉറപ്പിച്ചിട്ടുണ്ട്. അവർ ആ നിലയിൽ തന്നെയാണ് ഇടപെടുന്നത്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഇപ്പം നോക്കുന്നത് പോലെ മറ്റെല്ലാ കാര്യങ്ങളും നോക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ മറ്റ് യോഗങ്ങളും ഇന്ന് ചേർന്നിരുന്നു. ഈ പറഞ്ഞ കാര്യം ഉൾപ്പെടെ ക്യാമ്പിൽ കഴിയുന്നവരെ ബാധിക്കുന്ന ഓരോ വിഷയങ്ങളും എടുത്ത് പ്രത്യേകം തന്നെ
പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. മിനിസ്റ്റർ ഒന്ന് തുടരണം. നമ്മോടൊപ്പം അതിഥികൾ കൂടിയുണ്ട്. അവരുടെ കൂടി അഭിപ്രായം ഒന്ന് കേട്ടതിന് ശേഷം മിനിസ്റ്റർ ഒരു മറുപടി കൂടി നൽകിയാൽ നന്നായിരിക്കും. എനിക്കൊരു ചെറിയ ഇടവേള കൂടി വേണം. എല്ലാ അതിഥികളോടും തുടരാൻ അപേക്ഷ. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ അരുൺ ഞാനൊരു മീറ്റിംഗ് ഉണ്ട്. ഡോക്ടർ അരുൺ ശരി ഞാനൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു. ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്കൊപ്പം പഞ്ചായത്ത് അംഗം നമുക്കൊപ്പമുണ്ട്. PB സാജൻ, കോസ്റ്റ് ഫോർഡിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറുണ്ട്. എങ്ങനെയായിരിക്കണം ഇവരുടെ താൽക്കാലിക പുനരധിവാസം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകണം. ഇങ്ങനെ വാടക വീടുകളും അടഞ്ഞു കിടക്കുന്ന വീടുകളും കണ്ടെത്തണമെന്ന് ആദ്യം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതിൽ ഒരാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ സംഷാദ് മരക്കാരാണ്. അദ്ദേഹം നമുക്കൊപ്പമുണ്ട്. മേപ്പാടിയിലെ പഞ്ചായത്ത് മെമ്പർ B നാസറും നമുക്കൊപ്പമുണ്ട്. ആദ്യം സംഷാദ് മരക്കാറിലേക്ക്. സംഷാദ് മരക്കാർ, ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ അടക്കമുള്ളവരാണ് ഇങ്ങനൊരു താൽക്കാലിക പുനരധിവാസത്തിന് എന്തുകൊണ്ട് വാടക വീടുകൾ നോക്കിക്കൂടാ, അടഞ്ഞുകിടക്കുന്ന വീടുകളുടെ കണക്കുകൾ എടുക്കാനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. നിലവിൽ മേപ്പാടി പഞ്ചായത്തിൽ മാത്രം ഇവരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമോ? ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? താങ്കൾക്ക് ആ പ്രദേശം വ്യക്തമായും അറിയാമല്ലോ. ഇത്തരം 500-ലധികം ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് താൽക്കാലികമായി. അതിനത്രയും വീടുകൾ ആ പരിസരത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഞങ്ങൾ 24 മണിക്കൂർ കൊണ്ട് 28 വീട് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു. തീർച്ചയായും നിങ്ങൾക്ക് അതിൽ കൂടുതൽ കണ്ടെത്താൻ സാധിക്കുമായിരിക്കും. എന്താണ് അവസ്ഥ സംഷാദ് മരക്കാർ? ആദ്യം തന്നെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന കുറേ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അതിപ്പോൾ അരുൺ പറഞ്ഞത് തന്നെയാണ്. വാടക വീടിൻ്റെ കാര്യം, നിങ്ങളുടെ സാലറിയുടെ കാര്യം, അതിനൊപ്പം ആൻഡോ പറഞ്ഞ ഒരു വലിയ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യമൊക്കെ അത് മുണ്ടക്കൈയിൽ വെച്ചിട്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്തതൊക്കെ. ഇതൊക്കെ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നതും നടപ്പിലാക്കാനും റിപ്പോർട്ടർ TV കാണിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ അറിയിക്കുകയാണ്. നിങ്ങളോടുള്ള നന്ദിയും അറിയിക്കുന്നു ഈ പ്രദേശത്തെ ചേർത്ത് പിടിച്ചതിന്. അതിനോടൊപ്പം അരുൺ പറഞ്ഞ ഈ കാര്യം, നമ്മൾ ഈ ഒരു കലാമിറ്റിയെ ഞാനെപ്പോഴും കമ്പയർ ചെയ്യുന്നത് പുത്തുമലയിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ്. പുത്തുമലയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് ആദ്യമേ തോന്നിയിരുന്നു. അപ്പോൾ പുത്തുമലയിൽ നമുക്ക് 54 ആളുകളെ വീടുകൾ താൽക്കാലികമായി നമുക്ക് വേണം. അന്ന് നമ്മൾ പൂർണ്ണമായി അത് വാടക വീടുകളായിരുന്നു എടുത്തത്. അപ്പോൾ അതിൻ്റെ വാടക വലിയ രീതിയിൽ വരികയും കുറച്ച് കഴിയുമ്പോൾ വാടകക്കാരും നമ്മളീ പറഞ്ഞു വിട്ട നമ്മളുടെ ആളുകളും തമ്മിലുള്ള പ്രയാസം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ശ്രദ്ധയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശ്രീ MP രാജേഷ് മിനിസ്റ്റർ വിളിച്ച മീറ്റിങ്ങിൽ സർക്കാർ കയ്യിലുള്ള കെട്ടിടങ്ങൾ, പഞ്ചായത്തിൻ്റെ കെട്ടിടങ്ങൾ, മറ്റു വകുപ്പിൻ്റെ കെട്ടിടങ്ങൾ ഉപയോഗിക്കാതെ നിൽക്കുന്നതിൻ്റെ കണക്കെടുക്കണമെന്നും രണ്ടാം ഘട്ടത്തിൽ സൗജന്യമായി വീട് തരുന്ന ആളുകളുടെ കണക്കെടുക്കണമെന്നും മൂന്നാം ഘട്ടത്തിൽ വീട് വാടകയ്ക്കെടുക്കുന്ന കണക്കും എടുത്താൽ നമുക്ക് വളരെ കുറച്ച് വീടുകൾ മാത്രം റെൻറ്റ് പേ ചെയ്തിരുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും. അതെല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണമുണ്ടാകുമെന്നുള്ളൊരു തോന്നൽ വരികയും അത് നമ്മൾ ആ മീറ്റിംഗ് പറഞ്ഞു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അത് അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുകയും അതിനുള്ളൊരു ക്രമീകരണം ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് വയനാട് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രസിഡന്റുമാരെയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, വനം വകുപ്പ് മന്ത്രി, OR കേളു മന്ത്രി എല്ലാവരും ഉള്ളൊരു മീറ്റിംഗ് നമ്മളെടുത്തു. അപ്പോൾ ഇവരുടെ ഒരു പ്രദേശം മേപ്പാടിയാണ്, മുണ്ടക്കൈയാണ്. അപ്പോൾ ഇവർക്ക് തൊട്ടടുത്താണ് ആദ്യത്തെ പ്രിഫറൻസ്. അത് നമ്മൾ മുന്നോട്ട് വെച്ചൊരു ആശയമായിരുന്നു. അതായത് ഒന്നാമത്തെ പ്രയോറിറ്റി മേപ്പാടി, 2 മൂപ്പൈനാട്, 3 വൈത്തിരി, 4 കൽപ്പറ്റ, 5 മുട്ടിൽ, 6 അമ്പലവയൽ. ഇതിനൊരു പ്രൈം ലൊക്കേഷനാക്കി വെക്കാൻ തീരുമാനിച്ചു. കാരണം ഇവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിളാണ്, ഇവർക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് ലഭ്യമാകുന്നില്ലെങ്കിൽ നമുക്ക് മറ്റു പഞ്ചായത്തുകൾ കൂടെ ബൈ ഹാൻഡായി നമ്മളവിടെ ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 160 മുതൽ 180 വരെ ആളുകൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യത്തിൻ്റെ കണക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിശോധനകൾ കൂടെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിലെത്രത്തോളം ആളുകൾക്ക് പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കി അംഗങ്ങളുടെ വലിപ്പം അനുസരിച്ച്, കുടുംബത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിൻ്റെ ഒരു സ്ഥലപരിമിതി നോക്കി തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. സർക്കാരിന് ആണെങ്കിലും നമുക്കാണെങ്കിലും ഒരു ബാധ്യതയില്ലാത്ത രീതിയിൽ, വലിയ രീതിയിൽ ബാധ്യതയില്ലാത്ത രീതിയിൽ വാടകയുടെ ആ പോർഷൻ കുറയ്ക്കാനും ഈ ഒരു ഉദ്യമം സഹായിക്കുന്നുണ്ട് നിലവിൽ. അത് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നിലവിൽ. ഓക്കെ സംഷാദ്, ഒരു കാര്യം കൂടി, ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ആദ്യം തിരിച്ചറിഞ്ഞ ജനപ്രതിനിധി കൂടിയാണ് സംഷാദ് മരക്കാർ.
ആ ക്യാമ്പിലുള്ളവരുടെ മാനസികാവസ്ഥ, അവരുടെ തുടർ ജീവിതം, അതിനെക്കുറിച്ചുള്ള അവരുടെ ആശങ്കകൾ, ഇതൊക്കെ വളരെ വലിയ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ പുത്തുമലയുടെ കാര്യത്തിലോ കവളപ്പാറയുടെ കാര്യത്തിലോ സംഭവിച്ചതുപോലെ 40-50 പേരല്ല, 648 കുടുംബങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 4000-ഓളം മനുഷ്യർ മൊത്തത്തിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ക്യാമ്പുകളിൽ അത്രയും മനുഷ്യരില്ലെങ്കിൽ പോലും. അപ്പോൾ ഈ മനുഷ്യരെ മുഴുവൻ പുനരധിവസിപ്പിക്കുക എന്നതിനോടൊപ്പം അവരുടെ മാനസികാരോഗ്യം, അവരുടെ ആവാസ വ്യവസ്ഥ അതൊക്കെ പുനഃസൃഷ്ടിക്കുക കൂടി വേണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നമ്മൾ നടത്തേണ്ടതല്ലേ? മാത്രമല്ല, എത്ര ദിവസത്തിനുള്ളിൽ ഈ സ്കൂളിൽ നിന്ന് മാറ്റാമെന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത്? ഒരു മാക്സിമം ഡെഡ് ലൈൻ എത്രയാണ് സംഷാദ് മരക്കാർ? കാര്യം പലരും സ്കൂളിൽ മടുത്തു തുടങ്ങി. തീർച്ചയായും അവരുടെ ഒരു വലിയ മാനസിക പ്രയാസം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ നമ്മളോടും പങ്കുവെക്കുന്നുണ്ട്. നമ്മൾ ഇനിയൊരു 4 ദിവസത്തിനകത്ത് നമ്മൾ ഈ വീടുകളുടെ ലിസ്റ്റ് ഔട്ട് പുറത്തുവിടാൻ പറ്റും. ലിസ്റ്റ് നമുക്ക് പരിശോധന പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ നിലവിൽ കരുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അരുണ് പറഞ്ഞതുപോലെയുള്ളൊരു സാഹചര്യമുണ്ട്. നമുക്ക് പുത്തുമലയിൽ നമുക്ക് വളരെ ഒരു 54 ആളുകൾ എന്ന് പറയുന്ന ലിമിറ്റഡ് എണ്ണവും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതുമായിരുന്നു. ഇതങ്ങനെയല്ല. ഇത് നമ്മളുടെ പരിധിക്കും അപ്പുറത്തുള്ള എത്രയും എണ്ണം ആളുകളുണ്ട്. അവർക്ക് ഇനി ക്യാമ്പുകളിൽ നിൽക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രയാസമാണ്. പക്ഷെ ഇത് വാടക വീട്ടിലേക്ക് മാറുന്നത് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ തന്നെ ഒരു കാര്യം കൂടി നമുക്കിതിൽ പറയേണ്ടി വരും. ഈ വീടുകളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ആ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഉപകരണങ്ങളും നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. കാരണം കട്ടിൽ, കിടക്ക, ഗ്യാസ് സ്റ്റൗ, ഒരു അയൺ ബോക്സ്, ഫ്ലാസ്ക്, മിക്സി, ടേബിള്, കസേര. കാരണം ആ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ചെറിയ വീട് ഒരു വാടകയ്ക്ക് എടുത്ത് താമസം തുടങ്ങുന്നത് പോലെ ഇവരെ സഹായിക്കേണ്ടി വരും. അത് ഇന്നത്തെ മീറ്റിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞു. ഇപ്പം നമുക്ക് വയനാട്ടിലേക്ക് ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സഹായത്തിൻ്റെ ടോൺ ഒന്ന് ചേഞ്ച് ചെയ്ത് ഈ ആളുകൾക്ക് വാടകയ്ക്ക് പോകുന്നതിലേക്ക് കൂടിയുള്ള വസ്തുക്കൾ നമ്മൾ ജില്ലാ ഭരണകൂടമോ സർക്കാർ സംവിധാനത്തിലോ മറ്റു പൊതു സന്നദ്ധ സംഘടനകളോ ശേഖരിക്കുന്നതിൽ ഒരു എളുപ്പം കാണിച്ചാൽ നമുക്ക് ആ ഒരു ക്രൈസിസിനെ അതിജീവിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ചില സ്ഥലത്ത് അത് തുടങ്ങിയിട്ടുണ്ട്. ചില ഫർണിച്ചർ വ്യാപാരികളൊക്കെ 100 കണക്കിന് കട്ടിലുകൾ സൗജന്യമായി തരാമെന്ന് പറയുന്നു. അത് വലിയ ആശ്വാസകരമായൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞത് ഇവർക്ക് എത്ര ഫർണിച്ചറുകൾ ആവശ്യമുണ്ടോ അത്രയും ഫർണിച്ചറുകൾ അവരുടെ വീട്ടിലുണ്ടായിരുന്ന അത്രയും എണ്ണം ഈ പുനരധിവാസം നടക്കുന്ന സമയത്ത് കൊടുക്കും. ഇപ്പോൾ താൽക്കാലികമായി കുറച്ച് കട്ടിലുകൾ അവർ തൃശ്ശൂരിൽ നിന്ന് കയറ്റി വിടുമെന്നാണ്. നമുക്ക് എന്തായാലും അത് പ്രതീക്ഷിക്കാം. കൂടുതൽ ആളുകൾ ആ ക്യാമ്പിലേക്ക് വരട്ടെ. ഇപ്പോൾ നമ്മളടക്കം കണക്കെടുക്കുന്നു. നാളെ ഞങ്ങളുടെ കണക്കും ഞങ്ങൾ സർക്കാരിന് സമർപ്പിക്കാം. ഏകദേശം 50 പേരുടെയെങ്കിലും കിട്ടിയാൽ നന്നായിരിക്കും. ഇപ്പോൾ 29 പേരുടെ കണക്കായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. ഇനി ഒരു 21 പേരുടെ കൂടിയാണെങ്കിൽ 50 പേർ, അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഒരു കണക്ക് ഞങ്ങൾ താങ്കൾക്കടക്കം ഫോർവേഡ് ചെയ്യുകയും ചെയ്യാം. ഞാൻ അങ്ങിലേക്ക് തിരിച്ചു വരാം ഷംഷാദ്. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ മേപ്പാടിയിലെ ബി നാസർ നമുക്കൊപ്പമുണ്ട്. ഈ പഞ്ചായത്തിലെ 3 വാർഡുകളാണ് പൂർണ്ണമായിട്ടും ഇല്ലാതായി പോയത്. ആ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് ബി നാസർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബി നാസർ, ഇവരിൽ പലരും ആവശ്യപ്പെടുന്നത് ആ മേപ്പാടിയിൽ തന്നെയാണ് അവർക്ക് പലർക്കും തൊഴിലെടുക്കാൻ പോവേണ്ടത്. ഹാരിസൺസ് എസ്റ്റേറ്റിലടക്കം ചിലരെങ്കിലും കൂലി തൊഴിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരെ നമുക്ക് ആ പഞ്ചായത്തിനും അപ്പുറം മറ്റു പഞ്ചായത്തുകളിലേക്ക് കൊണ്ടുപോയാൽ സ്കൂളിൽ വരുന്നതിനടക്കം ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ നാസർ ഇവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു ക്യാമ്പിലുള്ള മനുഷ്യരുമായി. അവരുടെ ഒരു മനസ്സിലിരിപ്പ് എന്താണെന്നാണ് നാസർ മനസ്സിലാക്കുന്നത്? അവരെങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണ് ഈ വിഷയത്തെ ദുരന്തബാധിതരായ മനുഷ്യർ, അതിജീവിച്ച മനുഷ്യർ എങ്ങനെയാണ് അതിനെ താണ്ടാൻ പോകുന്നത്, എങ്ങനെയാണ് മറികടക്കാൻ പോകുന്നത്? അവരുടെ ആഗ്രഹം എന്താണ്? അവരുടെ ആഗ്രഹമെന്ന് പറയുന്നത് അവർ ജനിച്ചു വളർന്ന നാടാണ് മേപ്പാടി. മേപ്പാടിയിലും മുണ്ടക്കായിലും ചൂരൽമലയിലും മട്ടുമലയിലും ജീവിച്ചിരുന്ന ആളുകളാണ്. അവരെ നമ്മൾ ഈ നാട്ടിൽ തന്നെ, അതായത് മേപ്പാടിയുടെ പരിസര പ്രദേശത്ത് തന്നെ താമസിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതുതന്നെയാണ് ഞങ്ങൾ പഞ്ചായത്ത് മുൻകൈയെടുത്തത്. ഞങ്ങൾ അന്ന് മുതലുള്ള ഈ 29-ാം തീയതി മുതലുള്ള ഒരു ഓട്ടമാണ് അതിൻ്റെ പിന്നാലെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ മനുഷ്യരെ, ഇവിടെയുള്ളവരെ, മരണപ്പെട്ടവരെ, ഞങ്ങൾ മേപ്പാടി പഞ്ചായത്തിന് പൊതു ശ്മശാനം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് പൊതു ശ്മശാനമുള്ള വയനാട് ജില്ലയിലെ പല പല പഞ്ചായത്തുകളിലും വിളിച്ച് അവിടെ ഇവരെ മറവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ നാട്ടിൽ ജീവിച്ച് ഈ നാട്ടിൽ വളർന്ന ആളുകളെ നമ്മുടെ നാട്ടിൽ തന്നെ അവരെ, ബാക്കിയുള്ളവരെ തിരിച്ചറിയാൻ കഴിയാത്തവരെ മറവ് ചെയ്യാനുള്ള ഒരു ശ്മശാന ഭൂമി ഞങ്ങളുടെ നാട്ടിൽ തന്നെ വേണമെന്നുള്ളൊരു നിർബന്ധം കൊണ്ട് തന്നെയാണ് HML ഭൂമിയുമായി സംസാരിച്ച് ഞങ്ങൾ എന്ത് ചെയ്ത് ആ ഭൂമി വാങ്ങി അവിടെയാണ് ഇന്ന് അവരെ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നാട്ടിൽ ജീവിച്ച ആളുകളെ ഈ നാട്ടിൽ തന്നെ, നേരത്തെ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ ഇത്
എന്താണ് ഇവിടെ തന്നെ, അതായത് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് മേപ്പാടിയിൽ തന്നെ അവരെ ഒക്കെ പുനരധിവസിപ്പിക്കാനുള്ള ഇടം കണ്ടെത്തി അവരെ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ പുനരധിവസിപ്പിക്കണമെന്നാണ് പഞ്ചായത്തിലുള്ള ഞങ്ങളുടെ ആഗ്രഹവും അവരുടെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ സാധ്യമാക്കേണ്ടതുണ്ട്. അങ്ങ് അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഉപജീവനമൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ നേരത്തെ മിനിസ്റ്ററോട് ആവശ്യപ്പെട്ട ഈ പോക്കറ്റ് പണി അടക്കമുള്ള കാര്യങ്ങൾ അതൊരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ബി നാസറിന് തോന്നുന്നുണ്ടോ? ഈ പുനരധിവാസത്തിന് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഇവരുടെ കയ്യിൽ ഒരു പൈസയില്ല. മാത്രമല്ല പലരും വലിയ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരുമല്ല. ഉള്ളവർക്ക് തന്നെ പാസ്ബുക്ക് അടക്കമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലരുടെ കയ്യിൽ മൊബൈൽ ഫോൺ പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട്. ഇവരുടെ കയ്യിലൊരു ചെറിയൊരു തുക കൊടുക്കേണ്ടത് ആവശ്യമാണോ ഈ ഘട്ടത്തിൽ? നിർബന്ധമായിട്ടും ഒരു സാധനമില്ലാതെ പാതിരാത്രിയിൽ അവർ ഇറങ്ങി ഓടിയവരാണ്. ഇറങ്ങി ഓടി അവരുടെ ജീവിതം ബാക്കി മാത്രമുള്ള ആളുകളാണ് ഇവർ മുഴുവൻ. അവർക്കത് നിർബന്ധമാണ്. ഈ പ്രളയം ഇതായ വാർഡുകൾ 10, 11, 12 വാർഡുകളിലെ ആളുകൾ ഉടുതുണി ഉടുതുണി മാത്രമായിട്ടാണ് അവർ പലരും വന്നിട്ടുള്ളത്. അതന്നെ ചളിയിൽ മുങ്ങിയിട്ടും ചളി നിറഞ്ഞ വസ്ത്രങ്ങളുമായിട്ടാണ് അവർ വന്നത്. അവരുടെ കൈകളിൽ വേറെ ഒന്നുമില്ല. അവരുടെ പൈസയില്ല. അവരുടെ നേരത്തെ അനുസാർ പറഞ്ഞ പോലെ അവരുടെ പോക്കറ്റ് ATM കാർഡില്ല, പാസ്ബുക്ക് ഇല്ല, അവരുടെ പേഴ്സിൽ ഒന്നുമില്ല. അപ്പോൾ അവർക്ക് അടിയന്തരമായിട്ട് അവർക്ക് ഈ പോക്കറ്റ് മണി കൊടുക്കണം തന്നെയാണ് ഞങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത്. എത്രയാണ് എന്നുള്ളത് സർക്കാർ തീരുമാനിക്കുക. പക്ഷേ അവർക്ക് കൊടുക്കൽ വളരെ അത്യാവശ്യമാണ്. കാരണം അവരുടെ കയ്യിൽ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഒരു സാധനവുമില്ലാതെ പുറത്തിറങ്ങി വന്നവരാണ് പാതിരാത്രിക്ക്. അതുകൊണ്ട് അവർക്കത് കൊടുക്കൽ നിർബന്ധമുള്ള കാര്യമാണെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒറ്റ കാര്യം കൂടി ബി നാസർ, ഈ 500 വീടുകൾ പഞ്ചായത്ത് കിട്ടാൻ സാധ്യതയുണ്ടോ? ശ്രീ ഷംസാദ് വരയ്ക്കാർ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അത്രയും വീടുകളൊക്കെ അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ടാവുമോ? അല്ല, ഒഴിഞ്ഞു കൊടുക്കുന്ന വീടുകളല്ലേ. താൽക്കാലിക താമസത്തിന് ഒഴിഞ്ഞു കിടക്കുന്ന അത്ര വീടുകളില്ല. അത് അവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷംസാദ് പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, പല എവിടെയാണ് ഇടം കിട്ടുന്നത് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് മേപ്പാടിയൊക്കെ കഴിഞ്ഞാൽ വൈത്തിരി അങ്ങനെയൊക്കെ ആക്കി കൊടുക്കുക. നമ്മൾ പറഞ്ഞാൽ അവിടെ പുനരധിവാസം ഫിക്സഡായിട്ട് അവർ നിർത്തുന്ന സ്ഥലം മേപ്പാടി ആവണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അതിലേക്ക് കൂടി വരാം. നമുക്കിപ്പം കോസ്റ്റ് ഗാർഡിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറുണ്ട് ശ്രീ പി ബി സാജൻ. ഈ പുനരധിവാസത്തിന് പല മാതൃകകളുണ്ടല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ പുനരധിവാസത്തിൻ്റെ പല മാതൃകകളും ഒരുപക്ഷെ വേണ്ടത്ര ലക്ഷ്യം കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. പലരും പരാജയപ്പെട്ടു പോവുകയോ ചിലത് ഭാഗികമായി വിജയിക്കുകയോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ട്. പിഴവുകളേറെയുണ്ട്. പുത്തുമല അടക്കമുള്ള മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അത്തരം പിഴവുകളൊന്നുമില്ലാതെ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ പുനഃസൃഷ്ടിക്കുക എന്ന ഒരു വലിയ എഫേർട്ടാണ് സ്റ്റേറ്റ് എടുക്കാൻ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു ടൗൺഷിപ്പ് മോഡൽ എന്നാണ് മുഖ്യമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. പക്ഷേ അതത്ര എളുപ്പം നടക്കുന്നൊരു കാര്യമാണോ എന്നുള്ളതാണ് നമ്പർ 1 ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത്, വയനാട് പോലെ ഒരു പ്രദേശത്ത് ഇത്രയും ആളുകളെ ഒരുമിച്ച് താമസിപ്പിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റു ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അതടക്കം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനിൽ, നിർമ്മാണത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്? എന്തൊക്കെയായിരിക്കും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം അങ്ങ് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ പ്രീഫാബ് ഹൗസുകളെ കൂടി അങ്ങൊന്ന് വിശദീകരിക്കൂ. ഈ പ്രീഫാബ് ഹൗസുകളുടെ സാധ്യത ഈ താൽക്കാലികമായിട്ടുള്ള പുനരധിവാസത്തിന് എത്രത്തോളം ശാസ്ത്രീയമായി സാങ്കേതികമായി ഒരു സാധ്യതയായി നിൽക്കുന്നുണ്ട്? നമസ്കാരം. ആദ്യം നമ്മൾ ചർച്ച തുടങ്ങിയ ഭാഗത്തുനിന്ന് വരാം. എല്ലാവരും ഈ വാടക വീടെടുത്തിട്ട് എല്ലാ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. വളരെ നല്ല സ്വാഗതാർഹമായ ഒരു നിർദ്ദേശമാണത്. മന്ത്രി റിയാസ് ആദ്യം പറഞ്ഞിരുന്നു, ആദ്യം കുറച്ച് വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രീഫാബ് വീടുകൾ താൽക്കാലിക താമസത്തിന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ മുമ്പിൽ അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് ചെയ്ത ഗെയിംസ് വില്ലേജിൽ ചെയ്തിരുന്നത് പ്രീഫാബ് വീടുകളാണ്. ആ ഗെയിംസ് വില്ലേജിൻ്റെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ഗെയിംസ് വില്ലേജിൻ്റെ ആ സ്ഥലം നമ്മുടെ വനിതാ ബറ്റാലിയന് വേണ്ടിയിട്ട് കൈമാറുകയുണ്ടായി. അന്ന് ആ പ്രീഫാബ് വീടുകൾക്ക് സാധാരണ നിർമ്മിക്കുന്ന വീടുകളുടെ ചെലവിൽ കൂടുതൽ ചിലവാക്കിയിട്ടാണ് ആ പ്രീഫാബ് വീടുകൾ ഉണ്ടാക്കിയത് ഗെയിംസ് വില്ലേജിൽ. താങ്കൾക്ക് അതിൻ്റെ പഴയ കണക്കുകളൊക്കെ പരിശോധിക്കാം. ആ വീടുകൾ വനിതാ ബറ്റാലിയലിന് ലഭിച്ചതിന് ശേഷം ആ വീടുകളൊന്നും അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല. അത് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഇവിടുത്തെ കാലാവസ്ഥയാണെന്ന് പറയാം, പക്ഷേ മേപ്പാടിയിലത്തെ കാലാവസ്ഥയിലായാലും തണുപ്പായാലും ചൂടായാലും
രണ്ടിനെയും ഏത് രീതിയിലാണ് ഈ പറയുന്ന പ്രീഫാബ് വീടുകൾ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതാണ്. താങ്കൾ പറഞ്ഞു വരുന്നത് വയനാടിന്റെ കാലാവസ്ഥയിൽ പ്രീഫാബ് വീടുകൾ അനുയോജ്യമല്ല എന്നാണോ? അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. അതിന് ഓരോ മെറ്റീരിയൽ പ്രീഫാബ് ഉണ്ടാക്കുന്നത് തന്നെ പല മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ആ മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ ശാസ്ത്രീയമായ വിശകലനം വേണം. ഇവിടെ നമ്മളുടെ ഗെയിംസ് വില്ലേജിൽ ഉപയോഗിച്ചത് മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ചെയ്തത്. ഒരു തരത്തിലും അത്തരത്തിലുള്ള വീടുകളിൽ ഇവിടെ നമ്മളുടെ വനിതാ ബറ്റാലിയനിൽ അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിച്ചില്ല. താങ്കൾ ഇവിടെ വന്ന് നോക്കിയാൽ കാണാം, ആ വനിതാ ബറ്റാലിയനിൽ ഉണ്ടായിരുന്ന വീടുകളൊക്കെ അവർ മാറ്റി പുതിയ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ കഴക്കൂട്ടത്താണ്, ഗെയിംസ് വില്ലേജിനെ കുറിച്ച് അറിയാമല്ലോ, ആ സ്ഥലത്തുണ്ടായിരുന്നത്. അതുപോലെ മേപ്പാടിയിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ച തരത്തിലുള്ള പ്രീഫാബ് മേനംകുളം, അതെ, ഈ മേപ്പാടിയിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച രീതിയിലുള്ള പ്രീഫാബ് വീടുകൾ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഒരു പുനരധിവാസത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രീഫാബ് വീടുകളും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായാലേ ആ ഒരു സ്പീഡ്, കൺസ്ട്രക്ഷനുള്ള സ്പീഡ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതേസമയം നമ്മളുടെ ഇപ്പോഴത്തെ കേരളത്തിൽ ലൈഫ് വീടുകൾ ഒരുപാടെണ്ണം പ്രീഫാബ് വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വളരെ പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചിരുന്ന വീടുകളൊന്നും അത്രയും സ്പീഡിലൊന്നും തീർന്നിട്ടുമില്ല. ഈ പറഞ്ഞതുപോലെ പൂർത്തിയാക്കിയ വീടുകളുണ്ട്, എന്നാലും പൂർത്തിയാകാതെ കിടക്കുന്നതാണ് ഭൂരിഭാഗവും ഈ പ്രീഫാബ് വീടുകൾ തന്നെ. നമ്മളുടെ മൈൽഡ് സ്റ്റീലും ഇതെല്ലാം ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകൾ, അതൊന്ന് ഒരു പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. രണ്ടാമത്തെ, ഇനി അടുത്തതിലേക്ക് പോകാം. നമ്മൾ ഒരു പുനരധിവാസത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമ്മളുടെ ഈ സ്ഥലം മുഴുവൻ, ഇപ്പോൾ വയനാട് മുഴുവൻ അതിതീവ്ര ലോല പ്രദേശമാണ് ശരിക്കും. അപ്പോൾ നമ്മളുടെ സർക്കാരിൻ്റെ തന്നെ ഡാറ്റയിൽ, സർക്കാരിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, പ്രത്യേകിച്ച് ISRO മുതലുള്ള സ്ഥാപനങ്ങളുടെ ഡാറ്റയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സോയിൽ പൈപ്പിംഗ് തുടങ്ങിയ സംഭവവികാസങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഏരിയ എന്ന് വളരെ കൃത്യമായിട്ട് ഉണ്ട്. അപ്പോൾ അതിനെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യണം. നമ്മളുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, മിക്കവാറും നമ്മുടെ ലാൻഡ് യൂസ് ബോർഡൊക്കെ ആയിരിക്കും അതിന് പറ്റിയ ചെയ്യാൻ കഴിയുന്ന ഏജൻസികൾ. അവർക്കെല്ലാവർക്കും ഇതിൻ്റെ ഏത് ലാൻഡിലാണ് അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൺസ്ട്രക്ഷൻ നടത്താൻ കഴിയുക എന്നുള്ള ഒരു സ്റ്റഡി വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. അത്തരം ഒരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അവരുടെ പുനരധിവാസത്തിനുള്ള സ്ഥലം തീരുമാനിക്കാൻ പാടുള്ളൂ. അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കയ്യിലൊന്നും ആ ഡാറ്റ ഉണ്ടാവാൻ സാധ്യതയില്ല. അതിന് സെസ്സിനെ പോലെയുള്ള ISROനെ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഡാറ്റ എടുത്തതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ പാടുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി ഒരു ദുരന്തം ഇപ്പോൾ അഭിമുഖീകരിച്ച ആൾക്കാർക്ക്, വ്യക്തികൾക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരിക്കും. അപ്പോൾ അത്തരം ഒരു ദുരന്തം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു പുനരധിവാസം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് മെമ്പറും പറഞ്ഞു, ഇപ്പോൾ ദുരന്തം അഭിമുഖീകരിച്ച ആൾക്കാരുമായിട്ടുള്ള സംവാദം, അവരുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ളൊരു കൗൺസിലിംഗ് സിസ്റ്റം ഉണ്ടാക്കുകയും അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടുള്ള ഒരു പുനരധിവാസം. അതിൽ എത്രയോ ആൾക്കാർക്ക് ഈ പ്രീഫാബ് വീടുകളെക്കുറിച്ച് അറിയാം, മറ്റുള്ള തരത്തിലുള്ള വീടുകളെക്കുറിച്ച് അറിയാം, എന്താണ് അവരുടെ ആഗ്രഹങ്ങൾ, ആ സാധനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അവരുടെ ആഗ്രഹങ്ങളെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മളുടെ കൺസൾട്ടേറ്റീവ് പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ കൂടി ആത്മവിശ്വാസത്തിലുള്ള ഒരു പുനരധിവാസത്തിന് മാത്രമേ അതിന്റെ സാമൂഹിക ഫലം ഉണ്ടാക്കാൻ സാധിക്കൂ. ആത്മവിശ്വാസം മാത്രമല്ല, അവരെ കൂടെ അതിന് ഭാഗമാക്കണം, അതിനെ പങ്കാളികളാക്കുക, അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആസൂത്രണത്തിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആസൂത്രണത്തിലെ പങ്കാളിത്തം, അതല്ലേ PB സാജൻ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ, ആസൂത്രണത്തിലെ പങ്കാളി. ശരി, ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഷംസാദ് മരക്കാരോട് ചോദിക്കണം. ഷംസാദ് മരക്കാർ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുമായി സംസാരിച്ചല്ലോ. നമ്മൾ ഈ ആസൂത്രണത്തിലെ പങ്കാളിത്തം എന്ന് പറയുമ്പോഴും ഈ കൺസൾട്ടേറ്റീവ് പ്രോസസ്സ് എന്നുള്ളത് അക്കോമഡേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സർക്കാർ അത് പരിഗണിക്കേണ്ടതുമാണ്. ഈ ഘട്ടത്തിൽ എൻ്റെ ഒരു സംശയം, അങ്ങ് ഇവരുമായി സംസാരിക്കുമ്പോൾ ഇവരുടെ ഒരു മനോനിലയും മനോവ്യാപാരവും ഏതു രീതിയിലാണെന്നാണ് താങ്കൾ മനസ്സിലാക്കിയത്? കാരണം ഈ കവളപ്പാറ ഞാൻ ആവർത്തിക്കുന്നതിൻ്റെ കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതിനേക്കാൾ വലുതാണ്. പെട്ടിമുടിയിൽ പോലും ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നതിൻ്റെ തലേ ദിവസം, ഇന്ന് സംസാരിക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസമാണ് പെട്ടിമുടിയിലെ 4 വർഷം തികഞ്ഞത്. നാളെ കവളപ്പാറ പുത്തുമലയ്ക്ക് 5 വർഷം തികയാൻ പോവുകയാണ്. പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് പഴുതുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. പെട്ടിമുടിയിൽ 10 ലക്ഷം രൂപ കൊടുത്തു, ശരിയാണ്.
വീട് അവർക്കത് വെച്ച് നിർമ്മിക്കാൻ സാധിച്ചു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് അവരുടെ ഭൂമി, അത് കവളപ്പാറയിൽ, അത് കൊടുത്തിട്ടില്ല. ആ ഭൂമിക്കുള്ള നഷ്ടം ഇതുവരെയും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. പകരം ഭൂമി കൊടുക്കുന്നത് സംബന്ധിച്ചുള്ളൊരു വിദഗ്ധ സമിതിയെ ഈ സർക്കാർ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉത്തരവിറക്കിയിട്ട് ആ ഉത്തരവ് പോലും പാലിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭൂമി നഷ്ടപ്പെട്ടു, അത് പകരം കൊടുക്കണം. അവരുടെ ഉപജീവന മാർഗം പലയിടത്തും നഷ്ടപ്പെട്ടു, അത് തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ പലർക്കും സ്വന്തമായിട്ട് വാഹനങ്ങൾ, കാറുകൾ, ഇതുപോലുള്ള സംവിധാനങ്ങൾ, കടകൾ, കച്ചവടം നടത്തിയിരുന്ന മനുഷ്യർ. അപ്പം ഇത് ഒരു കേവലം വീട് നിർമ്മിച്ചു കൊടുത്താൽ മാത്രം പരിഹരിക്കാവുന്നൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ടോ ഷംസാദ് മരിക്കാർ? ഇത് സമഗ്രമാവണ്ടേ? ഒരിക്കലുമില്ല. വീട് നിർമ്മിച്ചു കൊടുത്താൽ മാത്രം പരിഹരിക്കപ്പെടുന്ന വിഷയമേ അല്ല. ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് അരുൺ പറഞ്ഞു വന്നതും. നമ്മളിവിടെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പുത്തുമലയിലെ റീഹാബിലിറ്റേഷൻ പ്രോപ്പർ ആയിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. അത് അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തെല്ലാം മെത്തേഡിൽ ഇവരോട് കൺവിൻസ് ചെയ്താലും ഇവർ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ പുത്തുമലക്കാരെ പോലെ ആക്കാനാണോ ഞങ്ങളെ? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ വാടക വീടിൻ്റെ കാര്യത്തിലേക്ക്, വാടക കൊടുക്കുന്ന വീടുകളുടെ എണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞത്. അന്നത്തെ ഏറ്റവും വലിയ തർക്കം വാടക വീടിൽ പോയ ആളുകളും വാടകയുമായിരുന്നു. രണ്ടാമത് അവരൊന്നുമില്ലാതെ പറഞ്ഞയച്ചു എന്നുള്ളൊരു പ്രശ്നം. അതിന് നമുക്ക് ഫസ്റ്റ് ഫേസിൽ നമുക്ക് അതിജീവിക്കാം. സെക്കൻഡ് ഫേസിൽ നമുക്ക് ഈ വീടുകൾ നിർമ്മിക്കുമ്പോൾ കൺസൾട്ടേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ തവണ ഇവിടെ സംഭവിച്ചത് ആ ഡിസൈൻ ചെയ്ത വീടുകൾ ആരാണോ ഡിസൈൻ ചെയ്തത്? ഒരു ആർക്കിടെക്റ്റ്, സർക്കാർ സംവിധാനമാണ്. ആ വീട്ടിലൊരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. ഇപ്പോൾ താങ്കളുടെ റിപ്പോർട്ടറിലെ ചാനലിലെ ആളുകൾ അവിടെ പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ വീട് ഒരിക്കൽ പോലും അതിന് മുകളിൽ ഒരു രണ്ടാമതൊരു നില എടുക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. ഞാനതിനെ ആ രണ്ടാം നില എടുക്കാത്ത രീതിയിലുള്ള ഡിസൈനിന് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്. പുത്തുമലയിൽ അതിജീവനം നടത്തിയ ആളുകൾ ഈ ഒരു നില വീട്ടിൽ താമസിക്കേണ്ടവരാണ് എന്നുള്ള ഒരു സോഷ്യൽ മെസ്സേജ് കൊടുത്തു പോയിരുന്നു അവിടെ. അതിനെ നമ്മൾ ഒരു കാരണവശാലും ഓൺ ചെയ്യരുത്. അവർക്ക് രണ്ടാം നിലയോ അതിനേക്കാൾ വലിയ സൗകര്യങ്ങളോ പിന്നീട് എടുക്കാൻ കഴിയുന്ന ആളുകളാണ്. ഒരു പ്രളയത്തിലോ ദുരന്തത്തിലോ പെട്ടുപോയവരാണ്. പക്ഷേ അവിടെ ഡിസൈൻ ചെയ്ത വീടുകൾ ഒരിക്കൽ പോലും അവരോട് കൺസൾട്ടേഷൻ നടത്തിയില്ല. അത് ഘട്ടം പൂർത്തിയാകുമ്പോൾ അവരത് മാറ്റണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയുണ്ടായി. അത് മാറ്റാതിരിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവരനുഭവിച്ചു. അതേ DPRൽ നമ്മൾ കുറേ കാര്യങ്ങൾ അവർക്ക് ഓഫർ ചെയ്തു. പൊതു കളിസ്ഥലം ഉണ്ടാകും, ഹെൽത്ത് സെൻ്ററുണ്ട്, അംഗൻവാടിയുണ്ട്, സാംസ്കാരിക നിലയമുണ്ട്. ഇതൊന്നും ചിലപ്പോൾ പുത്തുമലയിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങളൊരു 3 വർഷമായി അവിടെ ഒരു ഹെൽത്ത് സെൻ്റർ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നാസറാണ് അവിടുത്തെ മെമ്പർ, നമ്മളോടൊപ്പം ചർച്ചയിലുണ്ട്. ഞങ്ങൾ 29-ാം തീയതി ഈ ദുരന്തം ഉണ്ടാകുന്ന അന്ന് ഉച്ചയ്ക്ക് 2:30 പുത്തുമലയിൽ ഒരു ഹെൽത്ത് സെൻറ്റർ കിട്ടുന്നതിന് വേണ്ടിയുള്ള ചർച്ചയ്ക്ക് ഞാനും നാസറും അടക്കമുള്ളവർ, ആരോഗ്യവകുപ്പിൻ്റെ ആളുകളും കൽപ്പറ്റയിൽ ഇരിക്കുകയാണ്. ആ സ്ഥലമൊന്ന് അനുവദിച്ച് തന്നാൽ ഞങ്ങൾ ഹെൽത്ത് സെൻറ്റർ കെട്ടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തു പോയത് പാലിക്കപ്പെടാത്തത് കൊണ്ട് ആ ചോദ്യത്തിനോട് നമ്മൾ ഉത്തരം പറയണം. ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്നത് വീടുകൾക്കൊരു കോമൺ ഡിസൈൻ വന്നു. ആ ഡിസൈൻ ആളുടെ അംഗം എത്രയാണ് എന്ന് നോക്കാതെയാണ്. ഇപ്പോൾ 2 ആളുകളുള്ള കുടുംബത്തിൻ്റെ അതേ വീടാണ് 5 പേരുള്ള കുടുംബത്തിന് നിർമ്മിച്ചത്. അത് കസ്റ്റമൈസ്ഡ് ആവണം വീട് എന്നുള്ളതിൽ നിർബന്ധമാണ്. അതിൽ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈക്കാരുടെയും ചൂരൽമലക്കാരുടെയും പ്രിഫറൻസാണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനിയാണ് അരുൺ പറഞ്ഞൊരു പ്രതിസന്ധി വരാൻ പോകുന്നത്. ഇവരുടെ ഉപജീവന മാർഗം തകർന്നിരിക്കുകയാണ്. ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചത് ഒരു ഫാമിലിക്ക് കുടുംബശ്രീയുടെ ഒരാളെ വെച്ചുകൊണ്ടൊരു മൈക്രോ പ്ലാൻ ഉണ്ടാക്കണം. അവരുടെ നഷ്ടം നമ്മൾ കണ്ടെത്തണം. ലാൻഡ്, അവരുടെ കടകൾ, അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങൾ എല്ലാം കണ്ടെത്തണം. അവർക്കൊരു ഉപജീവന മാർഗം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രപ്പോസലിന് പലിശരഹിത വായ്പ കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരണം. ഇനി ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് ജീവിച്ച ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത്തരം സൗകര്യങ്ങൾ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗുണഭോക്തൃ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് ഷംസാദ് മരിക്കാർ. അവരെ ഇനിയും നമുക്ക് ബ്ലേഡ് കമ്പനിക്കാരുടെ ദയാകാരുണ്യത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഒരു കരുണയുമില്ലാതെ ചില ബ്ലേഡ് കമ്പനിക്കാർ ഇവരുടെ വായ്പ അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ലോൺ തിരിച്ചടയ്ക്കണമെന്നുള്ള ഒരു കുറിപ്പടി കൊടുത്തയക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. ഒരു ലോണും ഇവരടയ്ക്കാൻ പോകുന്നില്ല. അതിനൊക്കെ ഷംസാദ്
മരക്കാർ നമ്മളും ഒക്കെ ജീവനോടിരിക്കുന്ന കാലത്തോളം ഇവരെ ഇനി ചൂഷണം ചെയ്യാൻ ഈ പറയുന്ന ബ്ലേഡ് കമ്പനികളെ നമുക്ക് അനുവദിക്കാനും കഴിയില്ല. താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു അടിസ്ഥാന സർവേ നടത്തി ഈ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമുള്ള ഉപജീവന മാർഗത്തിൻ്റെ രീതിയും സ്വഭാവവും ചെലവും എത്രയാണെന്ന് സർക്കാർ നിശ്ചയിക്കണം. അതിന് ശാസ്ത്രീയമായൊരു സർവേ തന്നെ നടപ്പിലാക്കണം. അത് കുടുംബശ്രീയിലെ യൂണിറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തണം. ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യമാണ് സംഷാദ് മരക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ശാസ്ത്രീയമായ ഒരു പഠനം നടത്തിയാൽ മാത്രമേ നമുക്കതിൻ്റെ ആഴം മനസ്സിലാവൂ. ബി നാസർ, നമ്മൾ നേരത്തെ പഞ്ചായത്തിൽ ഇത്രയും വീടുകൾ കിട്ടുമോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവിടുത്തെ ആളുകൾ ചോദിക്കുന്നത് ഞങ്ങളുടെ ഉപജീവന മാർഗം അത് എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇവരെ മറ്റൊരു ഏതെങ്കിലും പഞ്ചായത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചാലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നതെങ്കിലും. ബി നാസർ, ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇതിനപ്പുറത്ത് നിൽക്കുന്നൊരു ചോദ്യമാണത്. ഇവരെ ഇനി താമസിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നെന്താണ് ഉറപ്പുള്ളത്? പ്രത്യേകിച്ച് നിങ്ങളുടെ മേപ്പാടി പഞ്ചായത്തിൽ ഈ അട്ടമല ഭാഗത്തെല്ലാം ഇപ്പോഴും വീണ്ടും ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, പുഞ്ചിരിമട്ടത്തിൻ്റെ മറുഭാഗത്ത് നേരത്തെ ഉരുൾപൊട്ടിയിരുന്ന ഭാഗത്ത് പുത്തുമലയുടെ ഇപ്പുറത്തേക്ക് ഇപ്പോഴും ഒരു പക്ഷേ അത്തരം ഭീഷണിയൊക്കെ നിലനിൽക്കുന്നുള്ളതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ മേഖലയിൽ, തമിഴ്നാട്ടിലെ സർക്കാർ നീലഗിരി മേഖലയിൽ ഈ വലിയ രീതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അവിടെ ഒരു വാർണിംഗ് സിസ്റ്റം സ്ഥാപിക്കാനാണ് സർക്കാർ ആദ്യം ശ്രമിച്ചത്, പുനരധിവാസത്തിനോടൊപ്പം. ഇത്തരം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ചേർന്ന് സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ഈ മേപ്പാടി പഞ്ചായത്തിൽ ഒന്നാകെ പുനരധിവാസത്തിനപ്പുറം നമ്മളത് മറന്നു പോകുന്നുണ്ടോ ബി നാസർ? തീർച്ചയായിട്ടും അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു വാർണിംഗ് സിസ്റ്റം നിർബന്ധമാണ്. ഇപ്പോൾ നേരത്തെ അൻസാർ പറഞ്ഞ പോലെ ഈ പുത്തുമല ഭാഗത്തോ അല്ലെങ്കിൽ അട്ടമല ഭാഗത്തോ ചൂരൽമല ഭാഗത്തോ മുണ്ടയ്ക്ക ഭാഗത്തോ പുനരധിവസിപ്പിക്കാൻ പറ്റില്ല. കാരണം അവിടെ നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പഠനം നടത്തുന്നവർ പറയുമ്പോൾ ആ ഭാഗത്തേക്ക് ഇവരെ പുനരധിവസിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഞങ്ങൾ പറയുന്നത് മേപ്പാടിയുടെ പരിസര പ്രദേശത്ത്, ഇങ്ങോട്ട് മേപ്പാടി ടൗണിൽ ഈ ഭാഗത്തേക്കായിട്ട് സ്ഥലങ്ങൾ കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ആ ഭാഗത്ത് അവരെ പുനരധിവസിപ്പിക്കരുതെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അവർ ഈ ഭാഗത്തേക്ക് അവിടെ നിന്ന് മാറി, ഇപ്പോൾ നേരത്തെ പുത്തുമലയിലുണ്ടായ ആളുകളെ പുനരധിവസിപ്പിച്ചത് ഇപ്പോൾ നേരത്തെ എൻ്റെ വാർഡായ മേപ്പാടിയുടെ അടുത്ത് പൂത്തക്കൊല്ലിയിലാണ്, നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് പോയിട്ടുണ്ടാവും, എൻ്റെ വാർഡിലാണ് അവരെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഭാഗത്തേക്ക് എവിടേക്കെങ്കിലും അവരെ പുനരധിവസിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഷംസാദ് മരക്കാരനും ഒരു ടേക്ക് ഉണ്ടാവും. ഷംസാദ് മരക്കാർ, ഈ വാർണിംഗ് സിസ്റ്റം നമ്മുടെ പഞ്ചായത്തുകളിൽ ഇല്ലാതെ പോകുന്നത് വലിയ ദുരന്തമാണ്. പലപ്പോഴും അതിനുള്ള പ്രഖ്യാപനങ്ങളൊക്കെ കടലാസിൽ ഒതുങ്ങലാണ് പതിവ്. ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അക്കാര്യത്തിൽ വേണ്ടത്ര അപ്ഡേഷൻസ് ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഷംസാദ് മരക്കാർ. തീർച്ചയായും അരുൺ പറഞ്ഞ പോലെ നമുക്കൊരു വാർണിംഗ് സിസ്റ്റം അത്യാവശ്യമാണ്. പക്ഷേ ഞാനിവിടെ മേപ്പാടി പഞ്ചായത്തിൽ നാസർ അടക്കം, ബാബു പ്രസിഡന്റ്, രാജു, നൂറുദ്ദീൻ, സുകുമാരൻ ഇവരെടുത്തൊരു എഫേർട്ട് കൂടെ നമ്മളിതിനകത്ത് പറയാതെ പോകുന്നു. പാടുന്നത് ശരിയല്ല. അന്ന് 29-ാം തീയതി 5 മണിക്ക് ഇവർക്ക് വന്ന ഫോണിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊരുപാട് ആളുകളെ റെസ്ക്യൂ ചെയ്തിരുന്നു. മീൻസ് വെള്ളാർമല സ്കൂളിലേക്ക് മാറ്റിയിരുന്നു, പുഞ്ചിരിമട്ടത്തെ ആളുകളെ, കാശ്മീരിൽ ആളുകളെ മാറ്റിയിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഇവരുടെ ഒരു ലോക്കലി ഇവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസാണ്. അതായിരുന്നില്ല നമുക്ക് വേണ്ട സിസ്റ്റം. കുറച്ചുകൂടി വലിയ രീതിയിലാണ് അത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം ഞാനും കൂടെ ഉൾപ്പെടുന്നതാണ്. പക്ഷെ അവിടെ ഈ നമ്മളൊരു പ്രളയമോ ദുരിതമോ വന്ന് ചർച്ച ചെയ്ത് പോകുന്നതിനപ്പുറം ഒരു വാർണിംഗ് സിസ്റ്റത്തെക്കുറിച്ചൊന്നും അങ്ങനെ ഗൗരവപ്പെട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള റിസ്ക് അസസ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് 2016 സ്റ്റേറ്റ് തലത്തിലുള്ളത്. അതുപോലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെ സാധ്യതകൾ നമുക്ക് തേടാം. അതുകൂടെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വാർണിംഗ് സിസ്റ്റം, അത് കേവലം ഒരു മേപ്പാടിക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ ഇത്തരത്തിലുള്ള എല്ലാ പ്രദേശങ്ങൾക്കും, പെട്ടിമുടിക്കാർക്കും, കവളപ്പാറക്കാർക്കും, അതുപോലെ ഇത്തരം സോണുകളിൽ നിൽക്കുന്ന ആളുകൾക്കും ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നതിനെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാർ അതിനെന്ത് ഒരു കവളപ്പാറ ഉണ്ടാവും, താൽക്കാലികമായിട്ടുള്ള പുനരധിവാസം നടക്കും, ഒരു പ്ലാൻ കൊണ്ടുവരും, ആ പ്ലാനിൽ നമ്മൾ വീട് വയ്ക്കും, ആ വീട് പിന്നീട് ചോർന്നൊലിക്കും, പിന്നീട് അത് വിവാദമാകും, അതങ്ങനെ അങ്ങ് പോകും. പെട്ടിമുടിയിൽ വീണ്ടും ദുരന്തമുണ്ടാവും, വീണ്ടും ഇതേപോലെയുള്ള താൽക്കാലിക സംവിധാനങ്ങളിലേക്ക് പോകും, നമ്മൾ വലിയ രീതിയിൽ അതും മറന്നു പോകും. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെയൊക്കെ റിസ്ക് അസസ്മെൻറ്റ് പ്ലാനുകളും കൃത്യമായ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വാർണിംഗ് സിസ്റ്റവും ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം ദുരന്തബാധിത മേഖലകളിലും ഇത്തരം പൊട്ടൻഷ്യൽ ലാൻഡ്സ്ലൈഡ് ഉണ്ട് എന്ന് ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ് ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്ന മേഖലകളിലും നമുക്ക് വാർണിംഗ് കൊടുക്കാൻ കഴിയാതെ പോകുന്നത്, വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നത്? നമ്മൾ എത്രമാത്രം പിന്നിലാണ് എന്നുള്ളതിന്
സൂചന കൂടിയാണ്. സംഷാദ് മരക്കാർ, അക്കാര്യത്തിൽ സർക്കാരിനെ നമുക്ക് ഒരു കാരണവശാലും പ്രതിരോധിക്കാൻ കഴിയില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായൊരു വീഴ്ചയായിട്ടാണ് ഞാൻ ഈ വാർണിംഗ് സിസ്റ്റം ഇല്ലായ്മയെ കാണുന്നത്. പ്രാദേശികമായിട്ട് മനുഷ്യർ മനസ്സിലാക്കുന്നത് പോലും ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും വളർന്നിരിക്കുന്ന സാഹചര്യം നടപ്പിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊക്കെ കൊടുക്കേണ്ടി വരുന്ന വിലയാണ് നമ്മളുടെ അടക്കമുള്ള ഈ മനുഷ്യരുടെ മരണം എന്നുള്ളത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്, പറഞ്ഞു തന്നെ പോകണം. ഞാൻ ചർച്ച അവസാനിപ്പിക്കുന്നത് ശ്രീ സാജനിലാണ്. ശ്രീ സാജൻ, ഈ ഉരുൾപൊട്ടലിനെയൊക്കെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും അതല്ലെങ്കിൽ അത്തരം സാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനും ആവശ്യമാവുന്ന നിർമ്മാണ രീതികൾ എന്തെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച് ഉരുൾപൊട്ടലിനെയും ഭൂകമ്പങ്ങളെയും ചെറുക്കാൻ പൂർണ്ണമായും കഴിവുള്ള ഒരു നിർമ്മാണ രീതിയും നമ്മുടെ ലോകത്തില്ല എന്നാണ്. അങ്ങനെയാണോ? ഭൂകമ്പങ്ങളെ ചെറുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിർമ്മാണ രീതികളില്ല. കാരണം അത് ഓരോ റിക്ടർ സ്കെയിലിൽ ഒരു 0.1 എന്ന് പറയുന്ന ഒരു 7 എന്ന് പറയുന്നത് 7.1 ആകുമ്പോൾ 7ൻ്റെ തീവ്രതയുടെ ഇരട്ടി തീവ്രതയാണ് 7.1 വരിക. അപ്പോൾ അതിനെ ചെറുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മളെ ഉരുൾപൊട്ടൽ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു വാർണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ, ഈ വാർണിംഗ് സിസ്റ്റം ഉണ്ടായാലും നമ്മളുടെ പല മേഖലകളിലും കേരളത്തിലെ അതിതീവ്ര ലോല മേഖലകളിലൊക്കെ വെച്ചിരിക്കുന്ന വീടുകളെല്ലാം ഈ അറ്റ് റിസ്കിൽ തന്നെയാണ്, സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അങ്ങനൊരു വാർണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ വാർണിംഗ് ലഭിക്കുന്ന ആൾക്കാർ എവിടെ പോകും? അപ്പോൾ അവർക്ക് പോകാനായിട്ട് നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, നല്ല ഇത്തരത്തിലുള്ള തീവ്ര ലോലപ്രദേശം അല്ലാത്ത സ്ഥലത്ത് നല്ല രീതിയിൽ പണിത് അതിനെ ചെറുക്കാൻ അത്യാവശ്യം ഉരുൾപൊട്ടലിനൊക്കെ ചെറുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഷെൽട്ടർ ഹോംസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുറേയധികം ആൾക്കാർക്ക് ആ ഷെൽട്ടർ ഹോം ഒരുപക്ഷെ ഒരു വലിയ മാരേജ് ഹോൾ ആവാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെൻ്റർ ആവാം. അതൊക്കെ ആയിട്ട് കമ്മ്യൂണിറ്റി സെൻ്ററൊക്കെ ആയിട്ട് അത് ഫങ്ഷൻ ചെയ്തോട്ടെ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രകൃതിക്ഷോഭത്തിൻ്റെ ഒരു ലാഞ്ചന വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു വാർണിംഗ് കിട്ടുമ്പോൾ തന്നെ ആൾക്കാർക്ക് വന്ന് താമസിക്കാൻ പറ്റും തരത്തിലുള്ള ഒരു ഷെൽട്ടർ ഹോമുകളും കൂടെ ആക്കാൻ പറ്റും തരത്തിലുള്ള ഡിസൈനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. വയനാട്, ഇടുക്കി, സർക്കാരിന്റെ പരിഗണനയിലേക്ക് നമ്മുടെ ഈ ചർച്ചയുടെ ഔട്ട്കമായി തന്നെ നമ്മൾ സമർപ്പിക്കുക കൂടി ചെയ്യുന്നു. കാരണം ദുരന്ത നിവാരണം രക്ഷാദൗത്യത്തിന് നമ്മളൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിസ്സംശയം നമ്മളത് പറയും. പക്ഷേ ദുരന്ത നിവാരണത്തിൻ്റെ കാര്യത്തിലും ദുരന്തബാധിതർക്ക് ആശ്വാസം നൽകുന്ന പുനരധിവാസത്തിൻ്റെ കാര്യത്തിലും നമുക്കത്ര വലിയ ഗോൾഡ് സ്റ്റാൻഡേർഡുമില്ല, സിൽവർ സ്റ്റാൻഡേർഡുമില്ല, ബ്രോൺസ് സ്റ്റാൻഡേർഡുമില്ല എന്നതാണ് വാസ്തവം. ഒപ്പിച്ചുകൂട്ടി പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനേക്കാൾ ദയനീയമാണ് ശ്രീ പി ബി സാജൻ, നമ്മുടെ എല്ലാ വാർണിംഗ് സിസ്റ്റവും അതിദയനീയമായി പരാജയപ്പെട്ടു. കേന്ദ്രം നമുക്കൊരു വാർണിംഗും തന്നില്ല, സംസ്ഥാനത്തിൻ്റെ ഏജൻസികൾക്കും അതിന് വാർണിംഗ് സിസ്റ്റം നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ വികസിച്ചിരിക്കുന്ന ഈ കാലത്ത് മൊബൈൽ ഫോണിൽ ഈ പറയുന്ന ചുഴലിക്കാറ്റിൻ്റെയും അതിതീവ്ര മഴയുടെയും ഒക്കെ മൊബൈൽ വിവരങ്ങൾ ഓരോ മനുഷ്യരുടെ വീടുകളിലേക്കും എത്തുന്ന കാലത്ത് അത്തരം വാർണിംഗ് സിസ്റ്റം നടപ്പിലാക്കാൻ കഴിയാതെ പോയി. ഷെൽട്ടർ ഹോമുകളെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇത്തരം മേഖലകൾ കണ്ടെത്തി അടിയന്തരമായി ഇതിനെ ചെറുക്കാൻ കഴിയുന്ന ഷെൽട്ടർ ഹോമുകളും വാർണിംഗ് സിസ്റ്റവും നടപ്പിലാക്കുകയാണ് ഇനി സർക്കാർ ചെയ്യേണ്ടത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം. നന്ദി ശ്രീ മുഹമ്മദ് റിയാസ്, പി ബി സാജൻ ആർക്കിടെക്ട്, കോസ്റ്റ് ഫോർഡ് ജോയിന്റ് ഡയറക്ടർ, സംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബി നാസർ പഞ്ചായത്ത് മെമ്പർ ചർച്ചയിൽ ചേർന്നതിന്. ഇനി Debate with Arun Kumar.